എപ്പോഴും ഉണ്ട് ഈ രണ്ടെണ്ണം. ഇന്നലെയും കണ്ടായിരുന്നു. ഇന്നിപ്പോൾ നാളെ വരുന്നു നോക്കാം. കണ്ടോ ഓലഞ്ഞളിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇപ്പോൾ സാറ്റർഡേ മോർണിംഗ് 5:45 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നിട്ട് രാവിലെ തന്നെ ഏട്ടനുള്ള കോഫി, എനിക്കുള്ള ചായ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട കുറച്ച് സമാധാനത്തോടെയാണ് എല്ലാം ചെയ്യുന്നത്. ഏട്ടനുള്ള ചിക്കൻ കറി ഉണ്ടാക്കണം. വീട്ടിൽ നിന്ന് ക്ലാസ്സിന് പോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രൂ അല്ല കേട്ടോ, ആക്ച്വലി ഇത് ബ്രൂ അല്ല, ബ്രൂവിൻ്റെ ബോട്ടിലാണ് നമ്മൾ കോഫി പൗഡർ ഇട്ട് വയ്ക്കുന്നത്. നമ്മൾ മൂന്നാർ പോയപ്പോൾ വാങ്ങിച്ചൊരു അവിടെ നിന്ന് വാങ്ങിച്ച ഏതോ ഒരു ബ്രാൻഡാണ് കോഫി പൗഡർ. അവിടെ നിന്ന് തന്നെ നമുക്ക് കോഫി ബീറ്റ്സ് ഗ്രൈൻഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിയ കോഫി പൗഡറാണ് കേട്ടോ. ഇത് നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ ചായ ഇട്ടു. പിന്നെ ചായയൊക്കെ ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്, ഏട്ടൻ്റെ ചിക്കൻ കറി ഒരു പ്രത്യേക ടൈപ്പിലാണ് വയ്ക്കുന്നത്. കുറേ പച്ചക്കറികളൊക്കെ ഇട്ട്, മുളക് പൊടിയൊന്നും ഇടത്തില്ല. ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല ഇവർ. കുറേ മസാലകളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഏട്ടൻ്റെ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാനിന്ന് മറ്റേ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും മൈദയും കൂടി ചേർത്തിട്ട്. അതുപോലെ തന്നെ ഏട്ടനുള്ള പുട്ട് റെഡിയാക്കണം. എല്ലാം ഷടേപ്പടയെന്ന് പറഞ്ഞ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനിങ്ങനെ ഇതുപോലെ പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ ഉറുമ്പ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റാണ്. അതിനുള്ള പുട്ടും ആവുന്നുണ്ട്. ഞങ്ങൾക്കുള്ള മാവ് കുഴച്ച് വെച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഈ മൈദയും ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കുഴയ്ക്കുന്ന ആ മാവ് വെച്ച് ചുടുന്ന ചപ്പാത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഹെൽത്തി അല്ല, പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ കഴിക്കാമല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നെയ്യൊക്കെ തൂവി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് മുന്നേ തന്നെ കതക് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് വെക്കുന്നത്. കതകൊക്കെ തുറന്നു. എന്നിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റത്ത് നല്ല, ഇപ്പോൾ ഇത്രയും ദിവസം മഴയായതുകൊണ്ട് തന്നെ പുല്ലൊക്കെ ഇഷ്ടംപോലെ പിടിച്ച് നിന്നിട്ടുണ്ട്. നമ്മൾ ചെടികളെല്ലാം ഉണങ്ങിപ്പോവുകയും ചെയ്തു. പുല്ലെല്ലാം നല്ല കരുത്തോടെ വളരുകയും ചെയ്തു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പച്ചക്കറി ചെടികളെല്ലാം ഒരുവിധം ഒരു മാതിരിയായി. മഴവെള്ളം വീണ് ഇപ്പം നമുക്ക് പുല്ല് പറിക്കണം. പിന്നെ തറയൊക്കെ ഒന്ന് തൂത്തിടണം. ഇപ്പം ഈ രാവിലെ എണീറ്റതിന് ശേഷം ഇതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു തലേദിവസം രാത്രിയിലും മഴ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ തറയൊക്കെ ഉണങ്ങി കിടക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തൂത്തു. പിന്നെ കുറേ പറ്റുന്നതൊക്കെ പുല്ല് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചു. എന്നിട്ട് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. മുറ്റം അടിക്കുന്നതാണ് ടാസ്ക്. ബിക്കോസ് പുല്ല് പറിച്ച് വേണം നമുക്ക് മുറ്റം അടിച്ചടിച്ച് പോകാൻ. അങ്ങനെയാണ് ഞാൻ മുറ്റം അടിക്കാറ്. ഇപ്പം നോർമലി നമുക്കിപ്പോൾ മഴയില്ലാത്ത സമയങ്ങളിൽ, ഇപ്പം ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുല്ല് അങ്ങനെ ഉണ്ടാവാറില്ല. നമുക്ക് ഇങ്ങനെ വരുന്ന പുല്ല് അപ്പം തന്നെ അങ്ങ് പറിച്ച് കളയാൻ പറ്റും. ഇതിപ്പം ഇങ്ങനെ ഇങ്ങനെ പുല്ല് കിളിച്ച് അങ്ങ് വന്നേക്കും. അപ്പോൾ നമ്മളിങ്ങനെ പറിച്ച് വേണം തൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴയുടെ ഒരു ലക്ഷണമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഓടി അകത്ത് കയറി മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.